നമസ്കാരം. ടി മലയാളത്തിലേക്ക് സ്വാഗതം. ഇപ്പം ഇന്ത്യൻ വിപണിയിൽ വീണ്ടും ചാഞ്ചാട്ടം തുടരുകയാണ്. ഒരു സ്ഥിരവിളയ്ക്ക് ശേഷം ഇന്ത്യൻ വിപണിയിൽ വീണ്ടും തിരിച്ചടികൾ നേരിട്ടു. ഈ ഒരു സാഹചര്യത്തിൽ വിപണിയുടെ ഈ ഇടിവിനുള്ള കാരണം എന്ത്, ഇനിയുള്ള സാധ്യതകൾ, നിഫ്റ്റിയിൽ ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെ, ഇതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇന്നത്തെ ഒരു വിപണിയുടെ പ്രകടനത്തിൻ്റെ വിശകലനം നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഓരോ സൂചികളിൽ വീണ്ടും ഒരു വിൽപ്പന സമ്മർദ്ദം കാണാനായി ഒരു പ്രോഫിറ്റ് ഉയർന്ന നിലവാരങ്ങളിലേക്ക് വിപണി എത്തുമ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള ഒരു ട്രെൻഡ് പ്രകടമാകുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ നോക്കുകയാണെങ്കിൽ NSEയുടെ മുഖ്യ സൂചിക നിഫ്റ്റി ആയിട്ട് 158 പോയിൻറ്റും BSEയുടെ മുഖ്യ സൂചിക സെൻസെക്സ് 542 പോയിൻറ്റ് 1% നഷ്ടം നേരിട്ടുകൊണ്ടാണ് ഇന്ന് ഈ പ്രധാനപ്പെട്ട രണ്ട് ഓരോ സൂചിയിലും ക്ലോസ് ചെയ്തത്. ഒരു നേരിയ നേട്ടത്തിലായിരുന്നു ഓപ്പൺ ചെയ്തെങ്കിലും ഒരു വിൽപ്പന ഉയർന്ന നിലവാരങ്ങളിലേക്ക് പോകുമ്പോൾ വിൽപ്പന സമ്മർദ്ദം അതിജീവിക്കാതെ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ താഴേക്ക് പോവുകയായിരുന്നു. ആദ്യഘട്ടത്തിൻ്റെ ഒരു അവസാന ഭാഗത്തേക്ക് എത്തിയപ്പോഴത്തേക്കും ഫസ്റ്റ് ഹാഫിൽ എത്തുമ്പോഴത്തേക്കും തന്നെ ഇന്നത്തെ ഒരു താഴെ നിലവാരം രേഖപ്പെടുത്തിയതിന് ശേഷം സെക്കൻഡ് ഹാഫിൽ മുഴുവനായിട്ട് ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ളൊരു ട്രേഡിംഗ് ആക്ടിവിറ്റിയാണ് നമുക്ക് പ്രധാനപ്പെട്ട ഒരു സൂചികൾ കാണാനായത്. അങ്ങനെ വ്യാഴാഴ്ചത്തെ വ്യാപാരത്തിനൊടുവിൽ നോക്കുമ്പോൾ നിഫ്റ്റി 158 പോയിൻറ്റ് 0.63% ഇടിവോടെ 27,062 ക്ലോസ് ചെയ്തു. സെൻസെക്സ് ആകട്ടെ 542 പോയിൻറ്റ് നഷ്ടപ്പെടുത്തി, അല്ലെങ്കിൽ 0.66% താഴ്ന്ന് 82,184 ക്ലോസ് ചെയ്തു. ബാങ്ക് നിഫ്റ്റി ആകട്ടെ 144 പോയിൻറ്റ് ഇടിഞ്ഞ്, അല്ലെങ്കിൽ 1.4%-ഓളമുള്ള ഇടിവ് രേഖപ്പെടുത്തി 57,066 ക്ലോസ് ചെയ്തു. ഇതിനിടയിൽ ഒരു നിർണായകമായ വിവരം വന്നത് ഇന്ത്യ UK വ്യാപാര കരാർ ഒപ്പുവെച്ചു. 2 ദിവസം മുന്നേ അതിൻ്റെ ഒരു ധാരണ എത്തിയെ സംബന്ധിച്ച് വാർത്തകൾ വന്നതോടെ തന്നെ വിപണിയിൽ അതിനെ സംബന്ധിച്ചുള്ള പ്രത്യേകിച്ചൊരു ഇമ്പാക്റ്റൊന്നും കണ്ടില്ല. പക്ഷേ എന്നിരുന്നാലും ഇന്ത്യയും UK തമ്മിൽ ഒഫീഷ്യലായിട്ട് ആ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിലേക്ക് എത്തി എന്നുള്ളൊരു പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ UK സന്ദർശന വേളയിലാണ് ഇരു രാജ്യങ്ങളുടെയും ഭരണത്തലവന്മാരുടെ സാന്നിധ്യത്തിൽ 2 രാജ്യങ്ങളുടെയും വാണിജ്യ വകുപ്പ് മന്ത്രിമാർ തമ്മിലുള്ള ഒരു ഒപ്പിൽ വെച്ചത്. അപ്പോൾ ഇത് പ്രകാരം നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നും UK എക്സ്പോർട്ട് ചെയ്യുന്ന നിരവധി ഉൽപ്പന്നങ്ങൾക്ക് 0 താരിഫിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ മറൈൻ പ്രൊഡക്ട്സ് 20% 0 ആയിട്ടുണ്ട്. ടെക്സ്റ്റൈൽസ്, അപ്പാരൽസ്, അതായത് ടെക്സ്റ്റൈൽ സെക്ടറിലും 12% 0 ആയിട്ടുണ്ട്. കെമിക്കൽസ് 8% ഇപ്പോൾ ചുമത്തിയിരുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇനി മുതൽ UK വിപണിയിൽ 0% തീരുവ ചുമത്തുകയുള്ളൂ. ബേസ് ലൈൻ മെറ്റൽസിലും 10% തീരുവ ഉണ്ടായിരുന്നു, ഇപ്പോൾ 0 ഒഴിവാക്കിയിട്ടുണ്ട്. ഇതെല്ലാം ഒരു ലേബർ ഇൻറ്റൻസീവ് സെക്ടർ ആയതുകൊണ്ടാണ് ഇന്ത്യൻ എക്കണോമിക്ക് സംബന്ധിച്ച് ഗുണകരമാകുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും 2030 ഇന്ത്യയും UKയും, അതായത് 2 രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി വ്യാപാരം, ബയലാറ്ററൽ ട്രേഡ് ഒരു $120 ബില്യൺ, അല്ലെങ്കിൽ ഏകദേശം ഒരു 10 ലക്ഷം കോടിയിലധികം രൂപയായിട്ട് വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിടുന്നതാണ് ഈ കരാറെന്ന് നമുക്ക് മനസ്സിലാകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സാമ്പത്തിക വളർച്ചയ്ക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന വിചാരിച്ചിട്ടുള്ളത് സാധിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം വിപണിയിൽ ഇന്നും കഴിഞ്ഞ ദിവസത്തെ നേട്ടത്തിന് ശേഷം ഇന്നൊരു ഇടിവിലേക്ക് എത്തിയതിനെപ്പറ്റി നമ്മൾ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട 4 ഘടകങ്ങളാണ്, പ്രതികൂല ഘടകങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിലൊന്നൊരു ഗ്ലോബൽ ഫാക്ടേഴ്സ് നെഗറ്റീവായതാണ്. അപ്പം കഴിഞ്ഞ ദിവസം വാഷിങ്ടൺ അല്ലെങ്കിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് US കേന്ദ്ര ബാങ്ക് ഫെഡറൽ റിസർവിൻ്റെ ആസ്ഥാനം സന്ദർശിക്കുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനം, ഒരു അറിയിപ്പെടുന്നതിന് മാർക്കറ്റിനെ സംബന്ധിച്ച് സർപ്രൈസ് നീക്കമായി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ചും US ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പൗലും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ പലിശ നിരക്ക് കുറയ്ക്കുന്നതുമായി ബന്ധപ്പെടുത്തിയൊക്കെ തമ്മിലൊരു വലിയ രീതിയിൽ വാഗ്വാദങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഫെഡറൽ റിസർവിൻ്റെ മന്ദിരത്തിൽ ആ സ്ഥാനത്ത് വ്യാഴാഴ്ച അദ്ദേഹം സന്ദർശനം നടത്തുമെന്നുള്ള അറിയിപ്പ് വന്നിട്ടുള്ളത്. അതൊരു അൺഎക്സ്പെക്റ്റഡ് ഡെവലപ്മെൻറ്റ് തന്നെയാണ്. പ്രത്യേകിച്ചും ജെറോം പൗലുമായിട്ടൊരു ഉരസി നിൽക്കുന്നൊരു സന്ദർഭത്തിൽ അത്തരം ഒരു നീക്കം ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വന്നതിന് വിപണി സംശയത്തോടെ കാണുന്നു. ഏതെങ്കിലും രീതിയിൽ ഫെഡറൽ റിസർവ് ചെയർമാനെ നീക്കാനുള്ള ഒരു ശ്രമങ്ങളിലേക്ക് ട്രംപ് കടക്കുകയാണെങ്കിൽ അത് ഗ്ലോബൽ വിപണികളെ തന്നെ, പ്രത്യേകിച്ച് US വിപണിയും ഗ്ലോബൽ വിപണിയിലും തന്നെ ആലുവലികൾ സൃഷ്ടിക്കാൻ കെൽപ്പുള്ളൊരു നീക്കവും അത്തരം കാര്യങ്ങളിലേക്ക് കടക്കരുതെന്നൊക്കെ US നിന്ന് തന്നെയുള്ള കൂടെയുള്ള മന്ത്രിമാരൊക്കെ ഉപദേശിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ട് നമുക്ക് അതിരുന്ന് കാണാം. എന്തായാലും ട്രംപിൻ്റെ ഒരു സർപ്രൈസ് നീക്കമാണ്. ഗ്ലോബൽ ഫാക്ടേഴ്സ് നെഗറ്റീവ് ആയപ്പോൾ അതിൻ്റെ ഒരു സ്വാധീനം ഇന്ത്യൻ വിപണിയിലും ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് US ഫ്യൂച്ചേഴ്സൊക്കെ ഡൗൺ ആയിരുന്നു, നമ്മൾ ഇന്ത്യൻ വിപണിയെ സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമതൊരു ഘടകം പറയുകയാണെങ്കിൽ ഒന്നാം പാദഫലത്തിൽ നിന്ന് വലിയൊരു ട്രിഗർ ലഭിക്കാത്തതാണ്. അപ്പം നോക്കുമ്പോൾ നെസ്ലെ ഇന്ത്യയുടെ ഇന്ന് Q1 റിസൾട്ട്സിൽ ഒരു പ്രതീക്ഷയിലും താഴ്ന്നിയുള്ള അറ്റാദായമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം Q1 നടപ്പ് സാമ്പത്തിക വർഷത്തിന് ഒന്നാം ഭാഗത്തിൽ നെസ്ലെ ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന 647 കോടി രൂപയാണ്. 747 കോടി രൂപ, 750 കോടി രൂപ എങ്കിലും റിപ്പോർട്ട് ചെയ്യുമെന്നായിരുന്നു ഒപ്പീനിയൻ പോളിൽ കണ്ടിരുന്നത്, അല്ലെങ്കിൽ അഭിപ്രായ സർവേയിൽ കണ്ടത്. അപ്പോൾ അതിൻ്റെയും താഴെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ 751 കോടിയായിരുന്നു പ്രതീക്ഷിക്കുന്നത്, അവിടെയാണ് 647 കോടിയായത്. അപ്പം നിലവിൽ, അതായത് 2026 സാമ്പത്തിക വർഷത്തിൽ ഒന്നാം ഭാഗത്തിൽ 13% അറ്റാദായത്തിൽ ഇടിവുണ്ടായത്
വിപണിയെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പം പ്രതീക്ഷയിലും താഴെ വന്നത് വിപണിയെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം വന്ന ഇൻഫോസിസും റിസൾട്ടും വിപണിയെ സ്വാധീനിക്കാൻ കഴിയില്ലെന്ന് ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ടത് IT ഓഹരികളാണ്. പിന്നെ മൂന്നാമതായിട്ട് പറയുമ്പോൾ FII സെല്ലിംഗ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, വിദേശ നിക്ഷേപകരുടെ സെല്ലിംഗ് തുടരുന്നത് ഇന്ത്യൻ വിപണിയുടെ ഒരു മുന്നേറ്റത്തെ തടയിടുന്നുണ്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ബുധനാഴ്ച ട്രേഡിൽ വ്യാപാരത്തിൽ 4209 കോടി രൂപയാണ് FIIസിൻ്റെ, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് നെറ്റ് സെല്ലിംഗ് എങ്കിൽ ഇന്നും 2134 കോടി രൂപയുടെ നെറ്റ് സെല്ലിംഗാണ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ FII സെല്ലിങ്ങിൻ്റെ ഒരു തീവ്രത ഏറിയും കുറഞ്ഞ് നിൽപ്പുണ്ടെങ്കിൽ പോലും അവരൊരു ഭാഗത്ത് ഒരു സെല്ലിംഗ് തുടരുന്നത്, അല്ലെങ്കിൽ അവരൊരു സെല്ലേഴ്സിൻ്റെ സൈഡിൽ നിൽക്കുന്ന മാർക്കറ്റിനെ സംബന്ധിച്ച് നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. പിന്നീട് പറയുകയാണെങ്കിൽ ഇന്നത്തെ വീഡിയോന് പറയുകയാണെങ്കിൽ ഹെവി വെയ്റ്റ് സ്റ്റോക്കിൽ ഒരു വീക്ക്നെസ് ഉണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ റിലയൻസ്, ഇൻഫോസിസ്, HDFC ബാങ്ക്, നെസ്ലെ ഇന്ത്യ റിസൾട്ട് വന്നതിന് ശേഷം ഇപ്പോൾ ഇടിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ 4 സ്റ്റോക്കുകളും കൂടി ചേരുമ്പോൾ തന്നെ നിഫ്റ്റിയുടെ ഇന്ന് വീഴ്ചയിൽ 80 പോയിൻ്റാണ് സംഭാവന ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ഒരു നിഫ്റ്റിയുടെ വീഴ്ചയിൽ പകുതിയും ഈ 4 ഹെവി വെയ്റ്റ് ഇൻഡെക്സ് സ്റ്റോക്കുകളിൽ നിന്നുണ്ടെന്ന് കാണാം. അപ്പോൾ അതൊരു ഘടകമായിട്ടുണ്ട്. ഇനി ബ്രോഡർ മാർക്കറ്റിൻ്റെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഇന്നത്തെ പ്രകടനം നോക്കുകയാണെങ്കിൽ നിരാശപ്പെടുത്തിയെന്നാണ് ഒറ്റ നോട്ടത്തിൽ പറയാൻ കഴിയുക. NSEയിൽ ഇന്ന് മൊത്തം ട്രേഡ് ചെയ്യപ്പെട്ടത് 3058 ഓഹരികളാണെങ്കിൽ ഇതിൽ നേട്ടം രേഖപ്പെടുത്തി ക്ലോസ് ചെയ്യാൻ സാധിച്ച 1109 ഓഹരികൾക്ക് മാത്രമാണ്. ഇന്ന് വ്യാപാരം ചെയ്യപ്പെട്ട 1860 ഓഹരികൾ നഷ്ടം രേഖപ്പെടുത്തി തന്നെ ക്ലോസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ ഒരു താഴെയായിരുന്നു, നെഗറ്റീവായിരുന്നു നമുക്ക് പറയാം. ഇന്ന് 52 വീക്ക് ഹൈ, ഒരു വർഷ കാലയളവിൽ പുതിയ ഉയർന്ന നിലവാരം ഇന്ന് രേഖപ്പെടുത്തിയ 72 ഓഹരികളാണെങ്കിൽ ഒരു വർഷത്തെ 52 വീക്കിലോ ഒരു വർഷത്തെ താഴെ നിലയിലേക്ക് വീണുപോയത് 29 ഓഹരികളാണ്. ഇനി NSEയുടെ ബ്രോഡർ മാർക്കറ്റ് സൂചികളായ നിഫ്റ്റി 100, നിഫ്റ്റി 200, നിഫ്റ്റി 500 സൂചികളൊക്കെ 0.5%-ലേറെയുള്ള ഒരു ഇടിവ് രേഖപ്പെടുത്തി. നിഫ്റ്റി മിഡ് ക്യാപ് 100 സൂചികയായിട്ട് ഒരു 0.5%-ലേറെയുള്ള ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ നിഫ്റ്റി സ്മോൾ ക്യാപ് സൂചിക 1%-ലേറെയുള്ള ഒരു ഇടിവ് രേഖപ്പെടുത്തി. ഇന്ത്യ വിക്സ് സൂചികയിൽ ഇന്ന് 2% ഉയർന്നിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും 10.72 എന്നുള്ള നിലവാരങ്ങളിൽ നിൽക്കുന്നതിനാൽ അതത്ര ഇതാകുന്നില്ല. പക്ഷേ മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു കൺസേണിങ് ആകുന്നില്ല. ഇനി സെക്ടറൽ ഇൻഡിസസിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഒരു മിക്സ്ഡ് ആയിരുന്നാലും ഒരു പൊതുവേ ഒരു ബെയറിഷ് ആയിരുന്നു പറയാം. നിഫ്റ്റി IT ആണ് ഏറ്റവും കൂടുതൽ നഷ്ടം രേഖപ്പെടുത്തിയത്. നിഫ്റ്റി IT സൂചി 2.5% ഇടിവ് രേഖപ്പെടുത്തി. നിഫ്റ്റി റിയാലിറ്റി, നിഫ്റ്റി FMCG സൂചികളും 1%-ലേറെയുള്ള ഇടിവ് രേഖപ്പെടുത്തി. ഓയിൽ ആൻഡ് ഗ്യാസ്, ഫിനാൻഷ്യൽ സർവീസസ് സൂചികളും 0.5%-ലേറെയുള്ള നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറുവശത്ത് PSU ബാങ്ക് മാത്രമാണ് 1%-ലേറെയുള്ള ഒരു സൂചി. നിഫ്റ്റി PSU ബാങ്ക് സൂചിക മാത്രമാണ് 1%-ലേറെയുള്ള നേട്ടം രേഖപ്പെടുത്തിയത്. അത് കാനറ ബാങ്കിൻ്റെയൊക്കെ ഭാഗത്തു നിന്ന് റിസൾട്ടിനെ തുടർന്ന് PSU ബാങ്ക് ഓഹരികളുണ്ടായ ഒരു ഉണർവാണ് അതിന് കാരണം. ഹെൽത്ത് കെയർ, ഫാർമ, നിഫ്റ്റി ഫാർമ തുടങ്ങിയ സൂചികൾ 0.5%-ലേറെയുള്ള നേട്ടം കരസ്ഥമാക്കിയപ്പോൾ മെറ്റൽ ഓട്ടോ ഒരു പോസിറ്റീവ് ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയത്. ഇനി വിപണിയിൽ ഇനി അല്ലെങ്കിൽ നാളത്തെ സാധ്യതകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിഫ്റ്റിയിൽ നാളെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട നിലവാരങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ടെക്നിക്കലി നോക്കുമ്പോൾ നമുക്കറിയാം നിഫ്റ്റി വീണ്ടും ആ റെസിസ്റ്റൻസ് സോണായി 25,250 അടുത്ത് വെച്ചൊരു സെല്ലിംഗ് പ്രഷർ നേരിട്ട് ഒരു ഷാർപ്പായിട്ട് തന്നെ റിവേഴ്സ് ചെയ്തതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഡെയിലി ചാർട്ട് നോക്കുമ്പോൾ ഒരു ബെയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. ഇൻട്രാഡേ ചാർട്ട് നോക്കുമ്പോൾ ഒരു ലോവർ ടോപ്പ് ഫോർമേഷൻ പ്രകടമാകുന്നുണ്ട്. അതൊരു നെഗറ്റീവ് ഒരു സൂചനയാണ്. എന്നിരുന്നാലും അതായത് ഇൻട്രാഡേ ചാർട്ട് നോക്കുമ്പോൾ ഒരു വീക്കനാണെന്നുള്ളൊരു സൂചനയാണ് നൽകുന്നതെങ്കിൽ പോലും 25,000 എന്ന നിർണായക നിലവാരം നാളെ ബ്രേക്ക് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ ഒരു ഫ്രഷ് സെൽ ഓഫിനുള്ള സാധ്യത കുറവാണ്. അല്ലെങ്കിൽ ഒരു ഫ്രഷ് സെൽ ഓഫ് വരണമെങ്കിൽ 25,000 എന്നുള്ള നിഫ്റ്റിയിലെ നിലവാരം തകർക്കപ്പെട്ട് താഴേക്ക് വന്നെങ്കിൽ മാത്രമേ ഒരു ഫ്രഷ് സെൽ ഓഫ് വരത്തുള്ളൂ. അങ്ങനെയെങ്കിൽ 24,900, 24,835 നിലവാരങ്ങൾ നാളെ പരീക്ഷിക്കപ്പെടാം. 25,000 എന്നുള്ള നിലവാരം തകർക്കപ്പെടുന്നുണ്ടെങ്കിൽ 24,900, 24,835 വരെയുള്ള നിലവാരം പരീക്ഷകളുടെ സാധ്യതയുണ്ട്. മറിച്ച് 25,125 മുകളിൽ നാളെ മറികടക്കുന്നുണ്ടെങ്കിൽ 25,250 ഒരു ടെക്നിക്കൽ ബൗൺസ് ബാക്കിനുള്ള സാധ്യത നിലനിൽക്കുന്നു. അപ്പം 25,250 മറികടക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ 325 വരെ പോകാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ 25,000 എന്നുള്ള ഇപ്പം ഇൻട്രാഡേ ചാർട്ട് നോക്കുമ്പോൾ ഒരു വീക്കറായിട്ടുള്ളൊരു സൂചനയാണ് നൽകുന്നത്, ദുർബലമായിട്ടുള്ളൊരു സൂചനയാണ്, ഒരു ബെയറിഷ് ട്രെൻഡാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ പോലും 25,000 എന്നുള്ള നിഫ്റ്റി നിലവാരം നാളെ തകർക്കപ്പെടുന്നെങ്കിൽ മാത്രമാണ് ഒരു ഫ്രഷ് സെൽ ഓഫിനുള്ള സാധ്യത. ഇതാണ് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ ഒരു സെബി രജിസ്ട്രേഡ് അനലിസ്റ്റ് ഒന്നുമല്ല, മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പർപ്പസിൽ ഷെയർ ചെയ്യുന്നത് മാത്രം. ഇവർക്ക് നാളെ നല്ലൊരു ദിനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.